ആദീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നദികളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ത്യൻ നദികൾ. ഇന്ത്യൻ നദികളെ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു: ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും. ഇന്ത്യൻ നദികളെ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഹിമാലയൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികൾ. ഹിമാലയൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഇവയാണ് ഹിമാലയൻ നദികൾ. ഉത്തരപർവ്വത മേഖലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. ഹിമാലയൻ നദികളുടെ പ്രത്യേകത വർഷം മുഴുവനും ജലലഭ്യത ഉള്ളതാണ്. അപ്പം വർഷം മുഴുവനും ജലലഭ്യതയുള്ള നദികളാണ് ഹിമാലയൻ നദികൾ. മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നുമുള്ള ജലം ലഭിക്കുന്നതിനാൽ ഹിമാലയൻ നദികൾ വർഷം മുഴുവനും ജലസമൃദ്ധമാണ്. ചരിവ് കൂടിയ പർവ്വത പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നതുകൊണ്ട് ഹിമാലയൻ നദികൾ ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കുന്ന നദികളാണ്. ഹിമാലയൻ നദികളിൽ ഗംഗാനദിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഗംഗാനദി ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗാനദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗാനദി. ഇന്ത്യയുടെ പുണ്യനദി എന്നറിയപ്പെടുന്നത് ഗംഗാനദിയാണ്. ഇന്ത്യയുടെ പുണ്യനദി ഗംഗാനദി. സേക്രഡ് റിവർ ഓഫ് ഇന്ത്യ ഗംഗ. ഇന്ത്യയുടെ പുണ്യനദി സേക്രഡ് റിവർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഗംഗാനദിയാണ്. അതേപോലെ ഇന്ത്യയുടെ ദേശീയ നദി നാഷണൽ റിവർ ഓഫ് ഇന്ത്യ അതും ഗംഗയാണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ, ഇന്ത്യയുടെ പുണ്യനദി ഗംഗ. അതേപോലെ ഇന്ത്യയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നതും ഗംഗാ നദിയാണ്. ലൈഫ് ലൈൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗംഗാ നദി. അപ്പോൾ ഗംഗാ നദിയുടെ വിശേഷണങ്ങളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നദി, ഇന്ത്യയുടെ പുണ്യനദി, ഇന്ത്യയുടെ ദേശീയ നദി, ഇന്ത്യയുടെ ജീവരേഖ. ഇവയെല്ലാം ഗംഗാ നദിയാണ്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ 4. 2008 നവംബർ 4 ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദി നാഷണൽ റിവറായിട്ട് പ്രഖ്യാപിച്ചത്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ 4. ഗംഗാ നദിയുടെ നീളം 2525 കിലോമീറ്ററാണ് ഗംഗാ നദിയുടെ നീളം. ഇത് 2510 കിലോമീറ്റർ എന്നും 2500 കിലോമീറ്റർ എന്നും പറയുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു കണക്കാണ്. അപ്പോൾ ഇത് 2525 കിലോമീറ്റർ. അപ്പം അങ്ങനെ പഠിച്ചു വെക്കുക. ഗംഗാനദി ഉത്ഭവിക്കുന്നത്, ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നുമാണ്. ഗംഗാനദി ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നുമാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത്. അപ്പം ഗംഗാനദിയുടെ ഉത്ഭവവും പതനവും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഗംഗാനദി ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നുമാണ്. ഗംഗാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. ഗംഗാനദി ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും, ഗംഗാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ. ഉത്ഭവസ്ഥാനത്ത് ഗംഗ അറിയപ്പെടുന്നത് ഭാഗീരഥി എന്നാണ്. അപ്പം ഉത്ഭവസ്ഥാനത്ത്, അതായത് ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഭാഗീരഥി നദിയാണ്. അപ്പം പിന്നീട് ആ ഭാഗീരഥി നദിയും അളകാപുരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അളകനന്ദ നദിയും ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുമ്പോഴാണ് അത് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഗായ്മുഖ് ഗുഹകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭാഗീരഥി നദിയും അളകാപുരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അളകനന്ദ നദിയും ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അപ്പം അവിടെ മുതൽ എന്താണ് ആ നദി ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭാഗീരഥിയും അളകനന്ദയും കൂടിച്ചേരുന്നത് ദേവപ്രയാഗിൽ വെച്ചാണ്. ഗംഗാ നദി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചാണ്. അപ്പോൾ ഹരിദ്വാറിൽ വെച്ചാണ് ഗംഗാ നദി ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്.
അതായത് എന്താണ് പർവ്വത പ്രദേശങ്ങളിൽ ആയമേറിയ താഴ്വരകൾ സൃഷ്ടിച്ചുകൊണ്ടൊഴുകുന്ന ഹിമാലയൻ നദി എന്താണ് സമതല പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് ഹരിദ്വാറിൽ വെച്ചാണ്. ഗംഗാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ: ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ കൂടിയാണ് ഗംഗാ നദി ഒഴുകുന്നത്. അപ്പം ഉത്തരാഖണ്ഡിലാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരാഖണ്ഡിലാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗാ നദി ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. അപ്പം ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഉത്തർപ്രദേശിലാണ്. പിന്നെ ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ഗംഗാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന 5 നദികൾ ഇവയാണ് ഭാഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളി ഗംഗ, പിണ്ടാർ. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന 5 നദികളാണ് ഭാഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളി ഗംഗ, പിണ്ടാർ. അളകനന്ദയിലേക്ക് പതിക്കുന്ന പ്രധാന പോഷക നദിയാണ് പിണ്ടാർ. അളകനന്ദയുടെ പോഷക നദിയാണ് പിണ്ടാർ. അളകനന്ദയും പിണ്ടാറും കൂടിച്ചേരുന്നത് കർണപ്രയാഗിൽ വെച്ചാണ്. അപ്പം ആ സ്ഥലം ഓർത്തു വെക്കണം. അളകനന്ദയും പിണ്ടാറും കൂടിച്ചേരുന്നത് കർണപ്രയാഗിൽ വെച്ചു. നേരത്തെ നമ്മൾ പഠിച്ചു ഭാഗീരഥിയും അളകനന്ദയും കൂടിച്ചേരുന്നത് ദേവപ്രയാഗിൽ വെച്ചാണ്. ഇവിടെ അളകനന്ദയും പിണ്ടാറും കൂടിച്ചേരുന്നത് കർണപ്രയാഗിൽ വെച്ച്. അളകനന്ദയുടെ മറ്റൊരു പോഷക നദിയായ മന്ദാകിനി അളകനന്ദയിലേക്ക് പതിക്കുന്നത് രുദ്രപ്രയാഗിൽ വെച്ചാണ്. അപ്പം അളകനന്ദയുടെ പോഷക നദിയാണ് പിണ്ടാർ. പിണ്ടാർ അളകനന്ദയിലേക്ക് പതിക്കുന്നത് കർണപ്രയാഗിൽ വെച്ചാണ്. അളകനന്ദയുടെ മറ്റൊരു പോഷക നദിയാണ് മന്ദാകിനി. മന്ദാകിനി നദി അളകനന്ദയിലേക്ക് പതിക്കുന്നത് രുദ്രപ്രയാഗിൽ വെച്ചാണ്. അളകനന്ദയും ധൗളി ഗംഗയും കൂടിച്ചേരുന്നത് വിഷ്ണുപ്രയാഗിൽ വെച്ച്. അളകനന്ദയും ധൗളി ഗംഗയും കൂടിച്ചേരുന്നത് വിഷ്ണുപ്രയാഗിൽ വെച്ചാണ്. ഗംഗയുടെ പ്രധാന പോഷക നദികൾ. അപ്പം ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗാ നദി. അപ്പം ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികളെക്കുറിച്ച് പഠിക്കാം. യമുന, കോസി, ദാമോദർ, സോൺ, ഗോമതി, ഗണ്ഡക് ഇവയാണ് ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികൾ. യമുന, കോസി, ദാമോദർ, സോൺ, ഗോമതി, ഗണ്ഡക്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലം അലഹബാദാണ്. ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലം അലഹബാദ്, ഉത്തർപ്രദേശിലെ അലഹബാദിൽ വെച്ചാണ് ഗംഗയും യമുനയും കൂടിച്ചേരുന്നത്. അലഹബാദിൻ്റെ ഇപ്പോഴത്തെ പേര് പ്രയാഗ്രാജ്. അലഹബാദിൻ്റെ ഇപ്പോഴത്തെ പേര് പ്രയാഗ്രാജ് എന്നായിരുന്നു. അലഹബാദ് ആദ്യം അറിയപ്പെട്ടിരുന്നത് പ്രയാഗ് എന്നായിരുന്നു. അത് പിന്നീട് അലഹബാദ് എന്ന് നാമകരണം ചെയ്തു. അതിനുശേഷം അലഹബാദിനെ വീണ്ടും ഇപ്പോൾ പ്രയാഗ്രാജ് എന്ന് നാമകരണം ചെയ്തു. അപ്പോൾ അലഹബാദ് ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് പ്രയാഗ്രാജ്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമ സ്ഥാനമാണ് ത്രിവേണി സംഗമം. ത്രിവേണി സംഗമം നടക്കുന്നത് അലഹബാദിൽ വെച്ചാണ്. പുരാണങ്ങളിൽ പരാമർശിക്കുന്നതും ഇപ്പോൾ നിലവിലില്ലാത്തതുമായ നദിയാണ് സരസ്വതി നദി. സരസ്വതി നദി ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. യമുന നദിയുടെ ഉത്ഭവസ്ഥാനം. യമുനോത്രി ഗ്ലേസിയറിൽ നിന്നുമാണ് യമുന നദി ഉത്ഭവിക്കുന്നത്, ഉത്തരാഖണ്ഡിൽ. യമുനയുടെ പോഷക നദികൾ. യമുന നദിയുടെ പ്രധാന പോഷക നദികളാണ് ചമ്പൽ, ബേത്വ, കെൻ, ടോൺസ്. ചമ്പൽ, ബേത്വ, കെൻ, ടോൺസ് ഇവ യമുന നദിയുടെ പോഷക നദിയാണ്. അപ്പോൾ ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ്, അല്ലെങ്കിൽ വലിയ പോഷക നദിയാണ് യമുന നദി. അപ്പോൾ യമുനയുടെ പോഷക നദികളാണ് ചമ്പൽ, ബേത്വ, കെൻ, ടോൺസ്.
പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദിയായിരുന്നു യമുന. അപ്പം പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദിയായിരുന്നു യമുന. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുനാ നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദിയാണ് യമുന. കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദി യമുന. യമുനാ നദീതീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ആഗ്ര, ഡൽഹി, മധുരൈ, ഇട്ടാവ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് യമുന. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് യമുന. ഗംഗ ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിൽ നിന്നുമാണ്. അപ്പം യമുന ഉത്ഭവിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് യമുന. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ. ഗംഗയുടെ ഒരു പോഷക നദിയാണ് രാംഗംഗ. അപ്പോൾ രാംഗംഗ ഒഴുകുന്നത് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെയാണ്. അപ്പോൾ അത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏത്? രാംഗംഗ. ആര്യന്മാരുടെ വിശുദ്ധ ദേശമായി കരുതിയിരുന്ന ആര്യാവർത്തം ഏതു നദിയുടെ തീരത്തായിരുന്നു? ഗംഗയുടെ. ആര്യന്മാരുടെ വിശുദ്ധ ദേശമായി കരുതിയിരുന്ന ആര്യാവർത്തം ഗംഗാ നദിയുടെ തീരത്തായിരുന്നു. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദികൾ ചമ്പൽ, സോൺ, കെൻ, ബെത്വ. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദികളാണ് ചമ്പൽ, സോൺ, കെൻ, ബെത്വ എന്നിവ. പാടലീപുത്രം ഏത് നദിക്കരയിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്? സോൺ നദിക്കരയിൽ. അപ്പം പാടലീപുത്രം സോൺ നദിക്കരയിലായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഗംഗയുടെ തെക്കു നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലിയ പോഷക നദിയാണ് സോൺ. അപ്പം ഗംഗയുടെ തെക്കു നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലിയ പോഷക നദിയാണ് സോൺ. സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാന്ത്. സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാന്ത്. അതേപോലെ കോയൽ എന്ന നദിയും സോൺ നദിയുടെ പോഷക നദിയാണ്. സോൺ നദിയുടെ പ്രധാന പോഷക നദി റിഹാന്താണ്. റിഹാന്ത് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട്. സോൺ നദിയുടെ പോഷക നദിയായ റിഹാന്ത് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട്. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് റിഹാന്ത് നദിയിൽ. ഗംഗയുടെ മറ്റൊരു പോഷക നദിയാണ് ഗാഗ്ര. ഗംഗയുടെ മറ്റൊരു പോഷക നദിയാണ് ഗാഗ്ര. ഈ ഗാഗ്ര പുരാണങ്ങളിൽ സരയു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം പുരാണങ്ങളിൽ സരയു എന്നറിയപ്പെട്ടിരുന്ന ഗംഗയുടെ പോഷക നദിയാണ് ഗാഗ്ര. ഗാഗ്ര ഉത്ഭവിക്കുന്നത് തിബറ്റിൽ നിന്നുമാണ്. ഉത്തർപ്രദേശിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് ഗോമതി. ഉത്തർപ്രദേശിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി ഗോമതി. ലഖ്നൗ സ്ഥിതി ചെയ്യുന്നത് ഗോമതി നദീതീരത്താണ്. ഗോമതി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന പട്ടണമാണ് ലഖ്നൗ. തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെട്ടിരുന്ന നദി ഗണ്ഡകി. ഗണ്ഡകി എന്നറിയപ്പെട്ടിരുന്നത് തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെട്ടിരുന്ന നദിയായിരുന്നു. ഇന്ത്യയിൽ ഗണ്ഡകി നദിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം വാൽമീകി ദേശീയോദ്യാനം. ഗണ്ഡകി നദിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് വാൽമീകി ദേശീയോദ്യാനം. വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഗണ്ഡകി നദിയുടെ സമീപത്താണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി കോസി നദി. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദിയാണ് കോസി നദി. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതിയാണ് കോസി പദ്ധതി. കോസി നദി പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് കൗശുകി എന്നായിരുന്നു. പുരാണങ്ങളിൽ കൗശുകി എന്നറിയപ്പെട്ടിരുന്ന നദിയായിരുന്നു കോസി നദി.
ഇന്ത്യയിലെ ഏറ്റവും അപകടകരകാരിയായ നദിയാണ് കോസി നദി. അപ്പോൾ കോസി നദി അറിയപ്പെടുന്നത് ബീഹാറിൻ്റെ ദുഃഖം എന്നാണ്. ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതിയാണ് കോസി പദ്ധതി. പുരാണങ്ങളിൽ കോസി അറിയപ്പെട്ടിരുന്നത് കൗശുകി എന്നായിരുന്നു. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ നദി. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ നദി, ബീഹാറിൻ്റെ ദുഃഖം കോസി. ജൈവ മരുഭൂമി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ദാമോദർ നദി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് ദാമോദർ നദി. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ നദി, ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത് ദാമോദർ നദി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ദാമോദർ നദി. ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലം ഫറാക്ക ബാരേജ്. ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ഫറാക്ക ബാരേജ്. ഗംഗ ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത്? ഫറാക്ക. അപ്പം ഗംഗ ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത് പശ്ചിമ ബംഗാളിലെ ഫറാക്ക എന്ന സ്ഥലത്ത് വെച്ചാണ്. അപ്പോൾ ഈ പശ്ചിമ ബംഗാളിലെ ഫറാക്ക എന്ന സ്ഥലത്ത് വെച്ച് ഗംഗ കൈവഴികളായിട്ട് പിരിയുന്നു, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് പിരിയുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച നദികൾ പോഷക നദികളായിരുന്നു, അത് ട്രിബ്യൂട്ടറീസ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ കൈവഴികൾ. അപ്പം ബംഗ്ലാദേശിലേക്ക് പോകുന്ന ഗംഗയുടെ കൈവഴിയാണ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറീസ് ആണ് പത്മ. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പത്മ. അപ്പം ഫറാക്കയിൽ വെച്ച് ഗംഗാ നദി കൈവഴികളായിട്ട് പിരിയുന്നു. അപ്പം ബംഗ്ലാദേശിലേക്ക് പോകുന്ന ഗംഗയുടെ കൈവഴി അറിയപ്പെടുന്നത് പത്മ എന്നാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ ഗംഗാ നദി പത്മ എന്നും അതേപോലെ കീർത്തിനാശിനി എന്നും അറിയപ്പെടുന്നു. ബംഗ്ലാദേശിലേക്ക് പോകുന്ന ഗംഗയുടെ കൈവഴി പത്മ എന്നും കീർത്തിനാശിനി എന്നും അറിയപ്പെടുന്നു. ഗംഗയുടെ പ്രധാന കൈവഴി, ഗംഗയുടെ പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടീസാണ് ഹൂഗ്ലി. ഹൂഗ്ലി നദി ഗംഗയുടെ പോഷക നദിയല്ല, ഗംഗയുടെ കൈവഴിയാണ്. ഗംഗയുടെ പ്രധാന കൈവഴിയാണ് ഹൂഗ്ലി നദി. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരമാണ് കൊൽക്കത്ത. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ഇന്ത്യയിലെ വേലിയേറ്റ നദി എന്നും അറിയപ്പെടുന്നത് ഹൂഗ്ലിയാണ്. ടൈഡൽ റിവർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ വേലിയേറ്റ നദി എന്നറിയപ്പെടുന്നത് ഹൂഗ്ലി നദിയാണ്. ഗംഗയുടെ കൈവഴിയായിട്ടുള്ള ഹൂഗ്ലി നദിയാണ് ദി ടൈഡൽ റിവർ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ നദി. വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, ഹൗറ സേതു എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് ഹൂഗ്ലി നദിക്ക് കുറുകെയാണ്. ഹൂഗ്ലി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലങ്ങളാണ് വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, ഹൗറ സേതു. മഹാത്മാഗാന്ധി സേതു പാലവും നിർമ്മിച്ചിരിക്കുന്നത് ഗംഗാ നദിയിലാണ്. ഇത് പാട്നയിലാണ്. ഇന്ത്യയിൽ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള രണ്ടാമത്തെ വലിയ പാലമാണ് മഹാത്മാഗാന്ധി സേതു പാലം. ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ബംഗ്ലാദേശ്. ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, ബംഗ്ലാദേശ്. ഗംഗാ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ഗംഗാ നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയിലെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗമാണ് ഗംഗാ ഡോൾഫിൻ. ബംഗ്ലാദേശിലെ ഏതു പ്രദേശത്ത് വെച്ചാണ് ഗംഗ ബ്രഹ്മപുത്ര നദിയുമായി ചേരുന്നത്? ചാന്ദ്പൂർ. അപ്പം ബംഗ്ലാദേശിലേക്ക് കൈവഴിയായിട്ട് പോകുന്ന ഗംഗാ നദി ചാന്ദ്പൂർ എന്ന സ്ഥലത്ത് വെച്ച് ബ്രഹ്മപുത്ര നദിയുമായി ചേരുന്നു. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുനയെന്നും ഗംഗ പത്മയെന്നും അറിയപ്പെടുന്നു. ബംഗ്ലാദേശിൽ ജമുനയും പത്മയും ഒത്തുചേർന്ന് ഒഴുകുമ്പോൾ നദി അറിയപ്പെടുന്നത് മേഘ്ന എന്നാണ്. ബംഗ്ലാദേശിൽ എത്തുമ്പോൾ ബ്രഹ്മപുത്രയും ഗംഗയും ഒത്തുചേർന്ന് മേഘ്ന എന്ന പേരിൽ ഒഴുകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം സുന്ദർബൻ ഡെൽറ്റ.
ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ ഡെൽറ്റ. ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. സുന്ദർബൻ ഡെൽറ്റയിൽ സംരക്ഷിക്കപ്പെടുന്നത് റോയൽ ബംഗാൾ കടുവയാണ്. സുന്ദർബൻ ഡെൽറ്റയിൽ സംരക്ഷിക്കപ്പെടുന്ന സംരക്ഷിത ജീവിയാണ് റോയൽ ബംഗാൾ ടൈഗർ. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986 ജനുവരി 14 ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയത്. ഏറ്റവും അധികം മലിനീകരിക്കപ്പെട്ട നദിയാണ് ഗംഗാ നദി. അപ്പം ഗംഗാ നദി സംരക്ഷിക്കുന്നതിനും ക്ലീൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് രൂപീകരിച്ച പദ്ധതിയാണ് ഗംഗ ആക്ഷൻ പ്ലാൻ. അപ്പോൾ അത് തുടങ്ങിയത് 1986 ജനുവരി 14 ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ. അപ്പം കേന്ദ്ര സർക്കാർ ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ. ഇത് 2014 നമാമി ഗംഗ പദ്ധതി രൂപീകരിച്ചത്. നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2014 നരേന്ദ്രമോദിയാണ് ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി നമാമി ഗംഗ എന്ന പദ്ധതി രൂപം കൊടുത്തത്. ക്ലീൻ ഗംഗ മിഷനു വേണ്ടി 120 മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ച രാജ്യമാണ് ജർമ്മനി. അപ്പം ക്ലീൻ ഗംഗ മിഷനു വേണ്ടി 120 മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ച രാജ്യമാണ് ജർമ്മനി. നെക്സ്റ്റ്, ഗംഗാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങളെക്കുറിച്ച് പഠിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ. ഹരിദ്വാർ ഗംഗാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന പട്ടണമാണ് ഹരിദ്വാർ. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ. പിന്നെ ഋഷികേശ്, ഉത്തരാഖണ്ഡിലെ ഋഷികേശ്. കാൺപൂർ, ഉത്തർപ്രദേശിലെ കാൺപൂർ. വാരാണസി, അലഹബാദ്, ഫറൂഖാബാദ്, കനൗജ് ഇവയെല്ലാം ഗംഗാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങളാണ്. ഹാജിപൂർ, ബീഹാറിലെ ഹാജിപൂർ, ബീഹാറിലെ പാട്ന ഇവയെല്ലാം ഗംഗാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങളാണ്. അപ്പം ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ഋഷികേശ്. ഉത്തർപ്രദേശിലെ കാൺപൂർ, വാരാണസി, അലഹബാദ്, ഫറൂഖാബാദ്, കനൗജ് ഇവ സ്ഥിതി ചെയ്യുന്നത് ഗംഗയുടെ തീരത്താണ്. ബീഹാറിലെ ഹാജിപൂർ, പാട്ന ഇവയും ഗംഗയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പ്രധാനപ്പെട്ട ഗഗ്ഗാർ ഹാക്ര നദീവ്യവസ്ഥ ഏതു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സരസ്വതി നദി. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പ്രധാനപ്പെട്ട പദ്ധതിയായ ഗഗ്ഗാർ ഹാക്ര നദീവ്യവസ്ഥ സരസ്വതി നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലൂണി നദിയുടെയും സരസ്വതി നദിയുടെയും നിക്ഷേപണ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സമതല പ്രദേശമാണ് മരുസ്ഥലി ബാഗർ. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ. ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജല അതിർത്തി സ്ഥിതി ചെയ്യുന്നത് അംബാലയിലാണ്. ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജല അതിർത്തി സ്ഥിതി ചെയ്യുന്നത് അംബാലയിൽ. 12 വർഷത്തിലൊരിക്കൽ ഗംഗയുടെ തീരത്ത് അല്ലെങ്കിൽ ത്രിവേണി സംഗമത്തിൽ വെച്ച് നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. അപ്പോൾ കുംഭമേള നടക്കുന്നത് ഗംഗയുടെ തീരങ്ങളിലാണ് അല്ലെങ്കിൽ ത്രിവേണി സംഗമത്തിലാണ്. കുംഭമേള ആഘോഷിക്കുന്ന സ്ഥലങ്ങളാണ് ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. അപ്പോൾ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. കുംഭമേള ആഘോഷിക്കുന്ന സ്ഥലങ്ങൾ ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. അർദ്ധ കുംഭമേള നടക്കുന്നത് 6 വർഷത്തിലൊരിക്കലാണ്. അപ്പോൾ കുംഭമേള നടക്കുന്നത് 12 വർഷത്തിലൊരിക്കലും അർദ്ധ കുംഭമേള നടക്കുന്നത് 6 വർഷത്തിലൊരിക്കലുമാണ്. അർദ്ധ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളാണ് ഹരിദ്വാർ, അലഹബാദ്. മഹാകുംഭമേള നടക്കുന്നത് 144 വർഷത്തിലൊരിക്കലാണ്. അതായത് 12 കുംഭമേള കഴിഞ്ഞിട്ട് ആണ് മഹാകുംഭമേള നടക്കുന്നത്. അപ്പോൾ 144 വർഷത്തിലൊരിക്കലാണ് മഹാകുംഭമേള നടക്കുന്നത്. മഹാകുംഭമേള നടക്കുന്ന പ്രദേശം അലഹബാദാണ്.
ഇത്രയുമാണ് ഗംഗാ നദിയെക്കുറിച്ചുള്ള പ്രധാന വസ്തുതകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.